ഞാനൊരു കാഴ്ച കണ്ടു മോനെ. ഈ കല്ലിലൊക്കെ കൊത്തിയെടുത്ത എങ്ങനെ ഇരിക്കും? ആരാ? ഒരൊറ്റ നോട്ടം ഞാൻ കണ്ടുള്ളൂ. കരിമ്പെന്ന് വെച്ച നല്ല പച്ച കരിമ്പിന്റെ തുണ്ടം. നമ്മുടെ രാക്കമ്മയുടെ മോള് ബാനു. അവളെന്താ നിന്റെ സ്വന്തം? എനിക്കിഷ്ടല്ല. അവളെ ആരും നോക്കുന്നത് എനിക്കിഷ്ടല്ല. അരേ ആഷിഖ്, എടാ കള്ള കാമുക, വെറുതെ അല്ല നീ ഇവിടെ തന്നെ കുറ്റിയടിച്ചത്. അവള് കിടന്ന് തുള്ളുമ്പോ കരണക്കുറ്റിക്കിടൊന്ന് കൊടുക്കേണ്ടതിന് പകരം ഇളിച്ചോണ്ട് നിൽക്കണത് ഇതാണല്ലേ? ഇഷ്ക് ഇഷ്ക് ഇഷ്ക്. നീ വെറുതെ വേണ്ടാതെ അവളറിഞ്ഞ വെട്ടിയത് എന്റെ. അപ്പോൾ അറിഞ്ഞിട്ടില്ല, അറിയിക്കടാ. ഞാൻ കുറച്ച് ടെൻഷനിലാണ്, അതുകൊണ്ടാണ്. എന്റെ പൊന്നു ചേച്ചി, വെട്ടുകത്തിയും കയ്യാങ്കളിയും ഒന്നും വേണ്ട. ഞാൻ കുത്തിക്കൊണ്ട് പറന്നു പോകുന്നില്ല. വഴിമാറ്, എനിക്ക് പോണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. വഴി തടഞ്ഞു നിർത്തിയിട്ടല്ല കാര്യം പറയണത്. തന്നോട് മാത്രം പറയേണ്ട ഒരു കാര്യമാണ്, സ്വകാര്യാണ്. എനിക്ക് കേൾക്കണ്ട. കേൾക്കാണ്ട് പറ്റില്ല, കേൾക്കാണ്ട് തന്നെ വിടില്ല. ദേ, എന്റെ അടുത്ത് കളിക്കാൻ വന്ന ആരാ ഞാൻ നോക്കില്ല. അത്രയ്ക്ക് ധൈര്യമുണ്ടോ? എന്റെ അടുത്ത് അടുക്കരുത്. ഈ കുട്ടി എന്ത് ഭ്രാന്തായി കാണിക്കണേ? അയ്യോ കുമാരൻ, വേണ്ട. ഉപ്പ് ഇനിയൊന്നും പറയാനില്ല. ഒരു നിമിഷമല്ല, ഈ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നിർത്തണമെന്നുണ്ട്. എനിക്കിഷ്ടമാണ് ആരെയും കാട്ടാതെ ഒളിച്ചു വെച്ചിരിക്കുന്ന ഈ മനസ്സ്, വിയർക്കുന്ന ഈ ശരീരം. അരുത്, എന്നെ നില തെറ്റിക്കരുത്, മോഹിപ്പിക്കരുത്. വേണ്ട, ഞാനില്ല. എന്നും ഈ ആലയിൽ ഒതുങ്ങിയാൽ മതിയത് എനിക്ക്. എനിക്കതാ യോഗം, ഒരു കാവൽ പട്ടിയെ പോലെ. എന്നാൽ ഈ കനലിനെ ഞാൻ എടുക്കുന്നു. ഈ കാവൽപ്പെട്ടി എനിക്ക് വേണം. നീ എന്താ ആലോചിച്ചിരിക്കണേ? ഒന്നുമില്ല, ഞാൻ വെറുതെ. എത്ര നേരം ചോറും വെച്ചോണ്ടിരിക്കണോ? തിന്നു കഴിഞ്ഞെന്ന് വെച്ചാ ചോറും കൊണ്ട് വന്നേ. എനിക്ക് വേണ്ട, ഇത് മതി. നിനക്ക് എന്താടി പറ്റിയേ?
സുമേച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്നുമില്ല. സുമേച്ചി വിചാരിക്കണ മാതിരി ഒന്നുമില്ല. സുമേച്ചി വിചാരിക്കണ പോലെ ഉണ്ടാവണമെന്നാ സുമേച്ചിക്ക്. നിനക്ക് നല്ല ചേർച്ചയാ. എന്നെ പറ്റി നീ ഓർക്കണ്ട. എനിക്ക് സന്തോഷ. വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എത്ര നേരായെന്നറിയോ ഞാനിവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങിയിട്ട്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഓ, ഞാൻ വന്നതായ കുറ്റം. ഇങ്ങനെ വരാൻ എനിക്ക് പറ്റില്ല. ആ, ഭാനുവച്ചി അറിഞ്ഞ എന്നെ കൊന്നളയും. എന്തായാലും ഒരു ദിവസം അറിയണ്ടേ? അത് അപ്പ അറിഞ്ഞാ മതി. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ആ. ഇന്നലെ ബസ് വെച്ച് കണ്ടപ്പോ എന്തൊരു ഗമയായിരുന്നു. ആ വണ്ടിയിൽ എന്റെ ടീച്ചർ ഉണ്ടായിരുന്നു. എന്നാലും ഒന്ന് ചിരിക്കായിരുന്നു. ഞാൻ എന്തോരം വിഷമിച്ചു എന്നറിയോ? അതാ ഞാൻ ഇന്ന് വണ്ടി പോവാണ്ടിരുന്നു. ഞാൻ പോവാ. പറയാനുള്ളത് എഴുതിയാ മതി. ആ, ഞാൻ വന്നതേ എന്റെ അമ്മയ്ക്ക് കുട്ടീനെ ഒന്ന് കാണണമെന്നാ. അയ്യോ, അമ്മയോടൊക്കെ പറഞ്ഞോ? ഞാൻ അമ്മോടെല്ലാം പറയും. അച്ഛനും മൂച്ചേട്ടെ, അച്ഛൻ്റെ പെങ്ങളുടെ മോളെ കൊണ്ട് എന്നെ കെട്ടിക്കണം എന്ന് അച്ഛനാ. എനിക്കിഷ്ടമല്ല. അത് നടത്തണമെന്നും പറഞ്ഞ് അമ്മായി ഇടയ്ക്കിടയ്ക്ക് വരും. എന്നാ അതിനെ കെട്ടിക്കോ. പിണങ്ങിയോ? ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് കുട്ടിയെ മാത്ര. ഒരു 5-6 കൊല്ലം കാത്തിരിക്കണം. ഒരാള് ഞാനിതെല്ലാരോടും പറയും. എത്ര വയസ്സായി? 22. എന്താണ് നിന്റെ പേര്? ചേട്ടാ രക്ഷിക്കണം. ചേട്ടന് ഇതാരോടും പറയരുത്. ചേട്ടന്റെ പേരെന്താണെന്ന് പറ. രവി. ഞങ്ങൾ തമ്മിൽ ലവാ. ചേട്ടന് ഇതാരോടും പറയരുത്. ഞാനിത് പറയാതിരുന്നാ എനിക്കെന്താണ് ഗുണം? പറഞ്ഞ ചേട്ടൻ എന്താ ഗുണം? ഒരു രസം. ചേട്ടൻ എന്താ വേണ്ടേ? ചെലവ് ചെയ്താ മതിയോ? ചെലവ് തൽക്കാലം അത് മതി. ഒരു കുപ്പി റമ്മ് വാങ്ങിച്ചു തരാവോ? ഒരു കുപ്പി തരാം. ഓക്കെ ഓക്കെ. വിശ്വട്ടാ, വിശ്വട്ടാ. അല്ല ഇത് ആരാ? പ്യാരി മെഹബൂബ്. വിശ്വട്ടൻ അവൻ എന്തോ വാങ്ങണോന്നും പറഞ്ഞു പോയതാ. എന്താ? ഒന്നുമില്ല. ആ കാര്യം ആരോടും പറയരുത്. ഭാനുവിച്ച് അറിഞ്ഞാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. വിശ്വട്ടനും അറിയരുത്. ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? ശരി, പറയാതിരുന്ന എനിക്കെന്താണ് ഗുണം? തന്റെ കിളി എനിക്കൊരു സമ്മാനം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. രാജി, എനിക്കെന്താ തരിക? എന്റെ ഒന്നുമില്ല തരാൻ. മിഠായി വാങ്ങി തന്നാ മതിയോ? ചോക്ലേറ്റ്? ശരി, ഞാൻ പറയില്ല. സമാനമായിട്ട് പോയിക്കോളൂ. പറയില്ലല്ലോ? പറയില്ല. ഞാൻ വിശ്വട്ടിനെ അന്വേഷിച്ചു വന്നതാ. എന്താ കാര്യം? അത് പിന്നെ വിശ്വട്ട, താജ്മഹൽ കണ്ടിട്ടുണ്ടോ? ഈ മുംതാസിന്റെ കബറിന്റെ മുകളില് കണ്ണീർ തുള്ളി പോലെ വെള്ളം വീഴുമെന്ന് പറയുന്നത് ശരിയാണോ? എന്റെ ഒരു കൂട്ടുകാരി ചോദിക്കാൻ മതി മതി, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. വയ്ക്കോ. അവള് നിന്നെ അന്വേഷിച്ച് വന്നതാ. പന പോലെ വളർന്നേ ഉള്ളൂ. ആളൊരു ബുദ്ധൂസ. എന്താ നോക്കണേ? ജോണി, എടാ നമ്മൾ കാരണം വഴിയാധാരായ ഒരു കുടുംബ പാവങ്ങളാ. അതിന് ഞാനിപ്പോ എന്ത് ചെയ്തു? നീ ഒന്നും ചെയ്യരുത്, അതാ എനിക്ക് പറയാനുള്ളത്. നീ എന്നെ ഒന്ന് വിശ്വസിക്കടാ. എന്നെ എനക്കറിയില്ലേ?
നിന്നെ എനിക്കറിയാം. അതാ എൻ്റെ പേടി. എടാ, ഞാൻ ഒരു പുതിയ ആളാകാനാ നോക്കണേ. അതിലെനിക്ക് സുഖവും സന്തോഷമുണ്ട്. പക്ഷെ നീ എന്നെ വിശ്വസിക്കണം. ഞാൻ വിശ്വസിച്ചോട്ടെ. എന്റെ രാധന ഇങ്ങനെ നോക്കി നിന്നാലെങ്ങനാ? ഒന്ന് വേഗാട്ടെ. നീ ഇതെവിടാ നോക്കണേ? അതെ, ആ ചോപ്പ് ബ്ലൗസ് ഇവിടെ പുതിയതാണെന്ന് തോന്നുന്നു. ലക്ഷണം കൊള്ളാം. ഇവിടെ ജോണി, നിനക്ക് ഇതല്ലാതെ വേറെ വിചാരമൊന്നുമില്ലേ? ഒരു രസമൊക്കെ വേണ്ടടാ. ഇത് ശരിയാവില്ല കേട്ടോ. നീ എനിക്ക് ചില വാക്കൊക്കെ തന്നിട്ടുണ്ട്. വാക്കല്ലേ തന്നിട്ടുള്ളൂ. എന്റെ ജീവിതമൊന്നും ഞാൻ നിനക്ക് എഴുതി തന്നിട്ടില്ലല്ലോ. എന്നെന്താ ജയിലിൽ കൊണ്ടിട്ടിരിക്കുന്നു? അവിടെ നോക്കാൻ പാടില്ല, ഇവിടെ നോക്കാൻ പാടില്ല, തുപ്പാൻ പാടില്ല, മുള്ളാൻ പാടില്ല. ഞാനെന്താ നിന്റെ അടിമേ? ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. കരിങ്കല്ലും വെയിലും കയ്യിൽ കാശുമില്ല. മടുത്തെങ്കിൽ പോടാ. നിന്നെ ഇവിടെ ആരെങ്കിലും പിടിച്ചു വെച്ചിരിക്കുന്നു? നിനക്ക് ഞാൻ പോണം, അതാ വേണ്ടത്. അതെ, മര്യാദക്ക് അല്ലെങ്കിൽ നീ പോണതാ നല്ലത്. നിനക്ക് ഇത്ര സ്നേഹമില്ലാണ്ടായി പോരടാ. വേണ്ട, സ്നേഹമില്ല, വേണ്ട. നീ ഇത് പിടി. എനിക്ക് പറ്റില്ല, പിടിക്കടാ. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ല. പിടിക്കാൻ. ഒരൊറ്റ വീക്കോച്ച് വന്നാണ്ടല്ലോ പന്നി. അവന് മാത്രം കയറി പിടിക്കാം, പഞ്ചാര അടിക്കാം, ബാക്കിയുള്ളവരൊന്നും പാടില്ല. ഉച്ചയ്ക്ക് മുമ്പ് ഈ കുഴി തീർക്കണം. നിന്റെ കുഴിയാ ഞാനിപ്പോ തീർക്കാൻ പോണേ. വിളിക്കണ്ട, തലമണ്ടക്ക് വെച്ച് കാച്ചു തരഞ്ഞാൻ.